Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ Proxy Tools എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്റീരിയർ ആർക്കിടെക്ചർ പ്രൊജക്റ്റുകളിൽ ഇൻസ്റ്റൻസ്ഡായി 3D മോഡൽസിനെ പ്ലേസ് ചെയ്യുന്നത് പതിവാണ്. ഇതുപോലെ ഇൻസ്റ്റൻസ്ഡായി പ്ലേസ് ചെയ്യുന്ന മോഡലുകൾ സെലക്ട് ചെയ്ത് അതിന്റെ ഇൻസ്റ്റൻസിൽ ചേഞ്ച് വരാതെ പ്രോക്സിയായി കൺവേർട്ട് ചെയ്യാനും ഒരു 3D സീനിലുള്ള എല്ലാ പ്രോക്സീസിനെയും മാനേജ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ടൂളാണിത്. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ഇൻസ്റ്റൻസ് പ്രോക്സീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ 3D സീനുകൾ റെൻഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെമ്മറി യൂസേജ് റെഡ്യൂസ് ചെയ്യാനും അതിലൂടെ ഫാസ്റ്റായി റെൻഡർ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. വീറേ, കൊറോണ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകളിൽ ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഒരുപാട് ഇൻസ്റ്റൻസ്ഡ് മോഡൽസ് അടങ്ങിയ ഒരു ഹെവി സീനാണിത്. ഈ ഒരു സീനിലേക്കാണ് Proxy Tools യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു Proxy Tools ഇവിടെ ആക്സസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഈ ട്രീസ് ഇൻസ്റ്റൻസ്ഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീനിന്റെ ലോഡ് കുറയ്ക്കുന്നതിനായി ഈ ട്രീസിനെ പ്രോക്സിയായി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻസ്ഡ് മോഡൽസിൽ നിന്നും ഒന്നിൽ കൂടുതൽ മോഡൽസിനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻസ് ടു വീറേ പ്രോക്സി, ഇൻസ്റ്റൻസ് ടു കൊറോണ പ്രോക്സി എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു സീൻ കൊറോണ റെൻഡർ എഞ്ചിനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ട്രീസിനെ കൊറോണ പ്രോക്സിയായി കൺവേർട്ട് ചെയ്യുന്നതിനായി ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്തപ്പോൾ ചൂസ് എ ഫോൾഡർ എന്ന ഈ ഒരു വിൻഡോയുടെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ഇതിൽ നിന്നും നമ്മുടെ പ്രോക്സി ഫയൽ സേവ് ചെയ്യുന്നതിനായി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സെലക്ഷൻ ചെയ്തതിലൂടെ ഇൻസ്റ്റൻസ്ഡ് ആയ ഈ ഒരു ട്രീസിന്റെ എല്ലാ മോഡൽസും കൺവേർട്ടായി പ്രോക്സിയായി മാറിയിരിക്കുകയാണ്. നമ്മൾ കൺവേർട്ട് ചെയ്ത് പ്രോക്സി ആക്കിയ മോഡൽസിന്റെ ഡിസ്പ്ലേ നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ സീനിലുള്ള പ്രോക്സീസിനെ സെലക്ട് ഓൾ പ്രോക്സീസ് എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാനും കൂടാതെ ഹൈഡ് ഓൾ പ്രോക്സീസ് എന്ന ഈ ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. എല്ലാ പ്രോക്സീസിനെ ഹൈഡ് ചെയ്യുന്നതിനും പ്രോക്സീസിനെ എനേബിൾ ചെയ്യുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതാണ്. Proxy Tools യൂസ് ചെയ്തുകൊണ്ട് ഈ ട്രീസിനെ എല്ലാം ഇൻസ്റ്റൻസ്ഡ് ആയ പ്രോക്സിയാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു മോഡിഫൈ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ട്രീസ് ഇൻസ്റ്റൻസ്ഡ് പ്രോക്സീസ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. സീനിന്റെ ഫയൽ സൈസ് റെഡ്യൂസ് ചെയ്യാനും ഇതിലൂടെ റെൻഡറിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. കൊറോണ പ്രോക്സീസിനെ വീറേ സീനിലേക്ക് യൂസ് ചെയ്യുന്നതിനായി സെലക്ട് ചെയ്ത് വീറേ ഇൻസ്റ്റൻസ് പ്രോക്സിയായി സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു വീറേ ഇൻസ്റ്റൻസ് ടു വീറേ പ്രോക്സി എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ചൂസ് എ ഫോൾഡർ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് പ്രോക്സി ഫയൽസിനെ സേവ് ചെയ്യുന്നതിനായി ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ പ്രോക്സിയും കൊറോണയിൽ നിന്നും വീറേ പ്രോക്സിയായി കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കൊറോണ പ്രോക്സീസ് വീറേ പ്രോക്സിയായി കൺവേർട്ട് ആയിരിക്കുകയാണ്. ഈ ഒരു വീറേ ഡിസ്പ്ലേയിൽ നിന്നും ഈ പ്രോക്സീസ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതുമാണ്. ഇതുപോലെ ഇൻസ്റ്റൻസ്ഡ് ആയ വീറേ പ്രോക്സീസ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. വീറേ, കൊറോണ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകളിലേക്ക് 3D മോഡൽസിനെ പ്രോക്സിയായി സെറ്റ് ചെയ്യുന്നതിനും സീനിലുള്ള പ്രോക്സി മോഡൽസിനെ മാനേജ് ചെയ്യുന്നതിനുമായി Proxy Tools യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി ഈ ഒരു Proxy Tools എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഇതിന്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് HMediaയുടെ വാട്സ്ആപ്പ് ചാനലിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. HMediaയുടെ ക്രിയേറ്റീവ് ജേർണിയുടെ ഭാഗമാകുന്നതിനും പ്രീമിയം റിസോഴ്സസ് ഫ്രീ ആയി ആക്സസ് ചെയ്യുന്നതിനുമായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത Proxy Toolsന്റെ സ്ക്രിപ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്ത് വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത് ഡ്രോപ്പ് ചെയ്ത ഉടനെ ഒരു ഇൻസ്റ്റാളർ വിൻഡോ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ബട്ടൺ നമ്മുടെ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് എന്ന മെനുവിൽ കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ടൂൾ ബാർസിൽ ഈ ഒരു കാറ്റഗറി ഇവിടെ കാണാവുന്നതാണ്. ഇനി ഈ ഒരു Proxy Toolsനെ ഒരു ബട്ടനായി ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു ന്യൂ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഒരു ടൂൾ ബാർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഈ സ്ക്രിപ്റ്റിനെ ഈ ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇനി ഒരു ബട്ടൺ സെലക്ട് ചെയ്ത്
നമ്മളുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ 3D സീനുകളിൽ 3D മോഡൽസിനെ പ്രോക്സി ആയി കൺവേർട്ട് ചെയ്യുന്നതിനും സീനിലുള്ള പ്രോക്സി മോഡൽസിനെ മാനേജ് ചെയ്യുന്നതിനുമായി യൂസ് ചെയ്യാവുന്നതുമാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.